എല്ലാവർക്കും നമസ്കാരം. വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ നട്ടിട്ടിന്ന് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് ഇനി എങ്ങനെയാണ് നടേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ആ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ അതിൻ്റെ ലിങ്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് നടുന്ന സ്ഥലത്തു നിന്നാണ് നാം ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് സ്ഥലമൊന്നും വേണ്ട. നമുക്കറിയാം 10-100 ചോട് ഉരുളക്കിഴങ്ങ് നടണമെങ്കിൽ നമുക്ക് കുറേ അധികം സ്ഥലം വേണം. ഇത് വെർട്ടിക്കലായിട്ട് നടുമ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ പ്രശ്നം വരുന്നില്ല, പരിചരണത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. അങ്ങനെയുള്ള പുതിയ വെർട്ടിക്കൽ കൃഷി രീതിയുടെ വിളവെടുപ്പാണ് ഇന്ന്. ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് 1 മാസമായിരിക്കുന്നു. നല്ല പച്ചപ്പിൽ നിൽക്കുന്നു, കാരണം നല്ല ഗ്രോത്തിലാണ് അത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ടിട്ട് 3 മാസമായിരിക്കുകയാണ്. അതിൻ്റെ തണ്ട് പഴുത്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നനയ്ക്കൽ നിർത്തി. തണ്ട് പഴുത്താൽ പിന്നെ നനയ്ക്കാറില്ല. നമുക്കൊരാഴ്ച കഴിയുമ്പോഴത്തേനും തണ്ട് ഉണങ്ങിപ്പോകും. ഇപ്പോൾ നമുക്കത് വിളവെടുപ്പിന് പാകമായിരിക്കുക. ഉരുളക്കിഴങ്ങ് വിളവെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 100-110 ദിവസമായിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് വിളവായി കഴിയുമ്പോൾ ഇതുപോലെയാണ്. വിളവായി കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടെല്ലാം പയ്യെ വാടാൻ തുടങ്ങും. തണ്ട് വാടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിന് ജലസാധനം ചെയ്യാറില്ല, പിന്നെ നനയ്ക്കാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് ഏകദേശം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ തണ്ടെല്ലാം ഇതുപോലെ കരിഞ്ഞു പോകും. അപ്പോഴാണ് നമ്മളിത് വിളവെടുക്കുക. നമ്മളിതിന് സ്റ്റേ കെട്ടിയിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ 2 അടിയിൽ ഒരു കമ്പി കഷ്ണം അടിച്ച് താത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയിട്ട് കെട്ടിക്കൊടുത്താണ്. അതാണ് അതിൻ്റെ ഒരു സ്റ്റേ. അത് നമ്മൾ കെട്ടം കഴിച്ചു. ഇനി നമ്മൾ ഈ കമ്പി പതുക്കെ അങ്ങോട്ട് ഊരിയെടുക്കും. കമ്പി നമ്മൾ ഊരിയെടുത്തു. ഇനിയിപ്പോൾ അത് ഫ്രീ ആയി. ഇനി നമുക്കിത് പയ്യെ ഇറങ്ങൊന്ന് തിരിച്ചു വയ്ക്കാം. ഇപ്പം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇളകി തുടങ്ങി. അപ്പോൾ നമ്മൾ വിളവെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലോക്ക് അഴിച്ച് മാറ്റുകയാണ്. വൈൻഡിങ് വയറിട്ട് കെട്ടരുതെന്ന് പറയുന്നത് നമുക്ക് ലോക്ക് അഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. നമ്മൾ പ്ലാസ്റ്റിക് വള്ളിയാണ് നമ്മൾ കെട്ടുന്നത്. അത് കത്തിക്ക് പയ്യെ മുറിച്ച് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ലോക്ക് അഴിക്കുമ്പോൾ തന്നെ അത് ഉരുളക്കിഴങ്ങ് താഴോട്ട് ചാടുന്നുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള പോട്ടി മിശ്രിതം അത്ര പുട്ടുപൊടി പോലെയാണ് കിടക്കുക. അങ്ങനെ കിടന്നാൽ മാത്രമേ നമുക്കിതിൽ വിളവുണ്ടാവുകയുള്ളൂ. ഒരു റിങ്ങിൽ നിന്ന് മാത്രമുള്ള വിളവെടുക്കുന്നതാണ്. കാരണം നമുക്കിതിനാകെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് നടുന്ന സ്ഥലം. അത്രയും സ്ഥലത്താണ് നമ്മൾ ഇത്രയും വിളവെടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള നല്ല കളറുള്ള ഉരുളക്കിഴങ്ങാണ്. അല്പം വലിപ്പം കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് നമുക്കതിലെ ഉരുളക്കിഴങ്ങ് കിട്ടുക. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര മാത്രം ടേസ്റ്റുള്ളതാണ് നമ്മൾ ഈ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഉരുളക്കിഴങ്ങ്. അതിൽ നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാറില്ല. ജീവാമൃതം, ചാണകവെള്ളം ഇത് മാത്രമാണ് ഇതിന് നമ്മൾ വളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് എഡിറ്റ് ചെയ്യാതെ അയക്കുന്നത് അതൊരു പൂർണ്ണത വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. നാം പല വീഡിയോകളൊക്കെ കാണാറുണ്ട്, കൊല കട്ട് ചെയ്തൊക്കെ കയറ്റുന്നത്. ഇതിലതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ആ ഒറിജിനാലിറ്റി അത് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം യൂട്യൂബിൽ കാണുന്നത് പോലെയല്ല. ഇതൊരു കൃഷിക്കാരനായി ഞാൻ ഉണ്ടാക്കിയ അതേ ഒറിജിനാലിറ്റിയിലുള്ള ഒരു വിളവാണ്. നിങ്ങൾക്കിത് പൂർണ്ണമായും വിശ്വസിക്കാം. ഇത്രയും ഉരുളക്കിഴങ്ങ് നമുക്കിതിലൂടെ വിളവെടുക്കാനായിട്ട് സാധിച്ചു. ഉരുളക്കിഴങ്ങ് കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും പരിചരണം കുറഞ്ഞ ഒരു കൃഷി തന്നെയാണ് ഉരുളക്കിഴങ്ങ്. കാരണം മറ്റുള്ള കൃഷി പോലെ ഒത്തിരി വെള്ളം ഇതിനാവശ്യമില്ല. ഒത്തിരി വെള്ളം കൊടുത്താൽ തന്നെ ഇതങ്ങനെ നന്നാവാറുമില്ല. വളം നമ്മൾ ആദ്യം കൊടുക്കുന്ന വളം, പിന്നീട് കിഴങ്ങ് ആവുന്ന ടൈമിന് മാത്രം കുറച്ച് വളം കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിൽ ചെയ്തത് ജീവാമൃതം, ചാണകവെള്ളം ഇത് മാത്രമാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വലിയ കുഴപ്പമില്ല. ഒത്തിരി വലുപ്പമില്ല എങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള കിഴങ്ങുകളാണ്. രാസവളം നാം പ്രയോഗിച്ച് കഴിഞ്ഞാൽ വലിയ കിഴങ്ങായിട്ടൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ അത് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഹാനികരം തന്നെയാണല്ലോ. അങ്ങനെ ഒരു ഓർഗാനിക് രീതിയിലാണ് നാം ഇങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് വിളയിച്ച് എടുത്തത്. അടുത്ത കൃഷി കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സിസ്റ്റം ഒന്നുകൂടി മാറ്റിക്കൊണ്ട് ഇപ്പോൾ എടുത്തതിൻ്റെ ഇരട്ടി ഉരുളക്കിഴങ്ങ് നമുക്ക് വിളവ് ലഭിക്കുന്ന രീതിയിലുള്ള കൃഷിക്ക് അടുത്ത തുടക്കം കുറിക്കുകയാണ്.
ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് നടുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഇതിനോടൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഈ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സംശയമുണ്ട് എങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനായിട്ട് മൊബൈൽ നമ്പറും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സഹായമോ സാങ്കേതിക വിവരങ്ങൾ അറിയേണ്ടത് ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണെന്ന് അറിയിക്കുന്നു. ഇത് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് നടുന്ന സ്ഥലത്ത് നിന്നെടുത്ത വിളവാണ്. നമുക്ക് ചെറിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് വെർട്ടിക്കൽ കൃഷിയുടെ പ്രത്യേകത. നമുക്കൊരു ചെറിയ വലക്കൂട് 550 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 10-12 വർഷം വരെ നമുക്ക് കൃഷി ചെയ്യാവുന്ന മെത്തേഡാണ് ഈ വലക്കൂട് കൃഷി. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും വീടിൻ്റെ മുറ്റത്തായാലും 1-2 റിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് എടുക്കാം. അടുത്ത തവണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ WDC ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതുന്നു. ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യമായിട്ട് കൃഷി ചെയ്തതാണ്. അതിൻ്റെ പോരായ്മകൾ ഉൾക്കൊണ്ട് തന്നെ അടുത്ത തവണ നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ WDC ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി വിളവ് കൂടുതൽ കിട്ടും. കരിയില വേഗം കറുത്ത കമ്പോസ്റ്റായിട്ട് മാറും. അതുകൊണ്ട് അടുത്ത തവണ WDC ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിളവ് ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ കൃഷി കൂടി നമുക്ക് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.